ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നൊന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ചുറ്റിക്കിറങ്ങാമെന്ന് തീരുമാനിച്ച് ഫ്രണ്ട്സുമായിട്ട് ആദ്യമേ പോയത് പരാഗിലോട്ടാണേ. അവിടെയാണെങ്കിൽ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനായല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടമായി. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് അവിടെ ഉള്ളത്. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം എടുത്ത് മിറർ കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ പിക്സ് എല്ലാം എടുത്ത് നേരെ സെൻട്രൽ സ്ക്വയറിലേക്ക്. അവിടെയും കാണാൻ കുറേ കാഴ്ചകളുണ്ട്. അവിടെയുള്ള എല്ലാ ഷോപ്പിലും പോയി. നല്ല രസമായിരുന്നു കേട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂടെ പോയില്ല, നല്ല വൈബാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. നിത്യ, മെർലിൻ, കാവ്യ ഇവരാണ് എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കൾ. അവരെക്കുറിച്ച് പറഞ്ഞാൽ തീരൂല, അത്രയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി നടക്കുമ്പോഴത്തേനും വേണ്ട ഒരു മിറർ, അവിടെ നിന്ന് ഒരു പിക്ക് എടുക്കും. ഡ്രസ്സ് കണ്ടാലോ തീർന്നു. പിന്നെ എല്ലാവരും അവിടെ കിടന്ന് വരകാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നെ നോക്കി വരുമ്പോഴത്തേനും ഓരോന്ന് ഇഷ്ടപ്പെടും. പിന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ട് നേരെ ട്രയൽ റൂമിലേക്കൊരു പോക്കാം. ഞാനാണെങ്കിൽ ഏത് ഡ്രസ്സ് എടുത്താലും ആദ്യമേ നോക്കുന്നത് അതിൻ്റെ പ്രൈസാണ്. നിങ്ങളെങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. മെർലിനും നിത്യയും കൂടെ ഓരോ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി പോസ് ചെയ്യുന്നത് കണ്ടില്ലേ? നല്ല ഭംഗിയില്ലേ അവരതിട്ടിട്ട്? എനിക്കിഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക. നല്ല വിശപ്പിൻ്റെ വിളി, അതോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നാലും ഇത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ അരിപ്പയിലേക്ക്. അവിടെ ചെന്നിരുന്നപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് കഴിക്കുമെന്നായി. ഞങ്ങൾ 3 പേരും നൂഡിൽസ് ഓർഡർ ചെയ്തു. നിത്യ പിന്നെ നോമ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുമ്പോൾ ദേ ഫുഡ് വന്നു. പിന്നെ അതിലായി കോൺസെൻട്രേഷൻ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ അരിപ്പയിൽ നിന്നിറങ്ങി. ഇനി നേരെ വീട്ടിലോട്ട്. ഇനി അവിടെ വെച്ചെടുത്ത കുറച്ച് പിക്സൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഇതൊക്കെ? താങ്ക്സ് ഫോർ വാച്ചിങ്.